പ്രിയപ്പെട്ട വണ്ടൂർ വാക്കേഴ്സ് ഫോറം പ്രവർത്തകരെ വളരെ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിന് വിളിച്ചതിൽ. നമ്മൾ പൊതുവെ ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ സ്ഥലത്തും എവിടെ പോയാലും ഒക്കെ ഈ എക്സസൈസുകളും ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒരു നല്ല ഒരു പ്രവണത തന്നെയാണിത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും. എക്സസൈസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആള് കുഴഞ്ഞു വീണ് മരിച്ചു. ചെറുപ്പക്കാരായ ഒരുപാട് ആളുകള് നിങ്ങൾ കൊണ്ടോട്ടിയിലെ ഡോക്ടറൊക്കെ കഴിഞ്ഞ 6 മാസം മുമ്പ് ജിമ്മിൽ പോയി വന്ന് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് അന്വേഷണങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് പൊതുവെ നമ്മുടെ രാജ്യങ്ങളല്ല ഇതിനെ കുറിച്ചിട്ടൊക്കെ വേവലാതി കൊണ്ട് കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇതും മിക്കതിലും ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മളെല്ലാം പോലെ ഇപ്പൊ ഈ കാലത്ത് ഭക്ഷണം കൂടിയതുകൊണ്ട് രോഗം വരുന്ന പോലെ, അതുപോലെ നമ്മൾ എക്സസൈസ് കൂടിയത് കൊണ്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതില് പറയുന്നത് ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിന് അറിഞ്ഞ മനസ്സ് ഇഷ്ടപ്പെട്ട് മനസ്സ് അത് സ്വീകരിച്ച് ചെയ്യാതിരുന്നാല് അതിന്റെ ഫലം നേരെ വിപരീതം ആയിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ. അതായത് നമ്മൾ ഇഷ്ടപ്പെടാതെ ആരും നിർബന്ധിച്ച് വരിക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ പോലും നമ്മളെ വ്യായാമത്തെ നമുക്ക് എതിരാക്കി മാറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചില എക്സസൈസുകൾ നമ്മൾ വിചാരിച്ചു നമ്മൾ എത്ര ഭയങ്കര തീവ്രമായ ചില വ്യായാമ മുറകൾ ചെയ്താൽ നമ്മളെ ശരീരത്തിന് അത് നല്ലതാണ് എന്നുള്ള ഒരു ചിന്ത അത് ശരിക്കും തെറ്റാണ്. നമ്മളെ മനുഷ്യ ഇത് ഉപകരണമാണ്, ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് മനുഷ്യന്റെ ശരീരം. ഇതിന്റെ ഘടനക്കനുസരിച്ചും ഇതിന്റെ നിർമ്മിതിക്ക് അനുസരിച്ചും ഉള്ള വ്യായാമ മുറകളും ഇതിൽ എത്ര കലറി കത്തിച്ച് കളയണം ഒരു ദിവസം മാക്സിമം, അതിൽ കൂടുതൽ ഒരു കലറി കൂടിയാൽ പോലും അത് ശരീരത്തിന് ദോഷമാകും എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പുഷപ്പൊക്കെ നമുക്കറിയാം, ഈ പുഷപ്പൊക്കെ നമ്മൾ എത്ര ചെയ്താലും നല്ല അത് ചെയ്യുന്ന അവസരത്തിൽ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ മസിൽസിനും ഭാഗങ്ങൾക്കും കൂടുതൽ കലറി കത്തിച്ച് കളയുകയും ഇതിന്റെ പുറമെ നമ്മളെ തൊറാസിക് കാവിറ്റിയുടെ സംഭവം നമ്മളെ ലങ് ആട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന തൊറാക്സ് അതേക്ക് വലിയ രക്തക്കൊഴലുകൾ വരുന്നുണ്ട്. ഈ വീനക്കാപായാട്ടം എന്നൊക്കെ വലിയ വീതിയിൽ രക്തക്കൊഴലുകൾ വരുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ട് ഈ രക്തക്കൊഴലുകളൊക്കെ കംപ്രസ് ചെയ്ത് നിൽക്കുക എന്നില്ലാണ് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ് തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞ് പതുക്കെ റിലാക്സ് ചെയ്യും. ക്രമേണ അന്യൂറിസം എന്ന് പറഞ്ഞ രക്തക്കൊഴലുകൾ പൊട്ടുന്ന ഒരു അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ രക്തക്കൊഴൽ പൊട്ടിയിട്ടാണ് പൊതുവെ ആളുകൾ പലരും തീവ്രമായ എക്സസൈസ് ചെയ്യുന്നവർ മരണപ്പെട്ടു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു കാര്യത്തിന് ചെയ്യുന്നത് നമ്മളെ ശരീരത്തിൽ തന്നെ ദോഷമായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ പുതിയൊരിത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു താളം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആ താളം തെറ്റുമ്പോ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളെ ഒരു താളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിനും പ്രവർത്തിക്കും എല്ലാം. ഇപ്പൊ നമ്മളെ ശ്വാസം വലിക്കുന്ന താളുണ്ട്, ഹാർട്ട് അടിക്കുന്നത് ടിക് 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 എന്നുള്ള താളുണ്ട്. ഇത് തെറ്റുന്നത് ക്രമേണ വേണമല്ല. നമ്മൾ പെട്ടെന്ന് ന്യൂസ് ഷോക്കിലെ ന്യൂസ് കേട്ടാൽ നമുക്ക് പ്രശ്നമാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങിയാല് നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടാത്ത വ്യായാമങ്ങൾ ചെയ്താലൊക്കെ നമ്മളെ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ 3 ഹോർമോൺസ് ഉണ്ട്. ഈ ഡോപ്പാമൈൻ, സെറോട്ടോണിൻ എന്നൊക്കെ ഇത് ബ്ലഡിക്ക് റിലീസ് ചെയ്താൽ ഇടക്കിടക്ക് ഇത് ബ്ലഡിക്ക് റിലീസ് ചെയ്ത് വന്നാല് നമ്മളെ ഹാർട്ട് നിൽക്കെന്താ വെച്ചാല് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് നമ്മളെ 3 രക്തക്കൊഴൽ ബ്ലോക്ക് ആയതുകൊണ്ടല്ല. ഇത് ആൻജിയോഗ്രാം ചെയ്തിട്ട് 3 ബ്ലോക്കിലെ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, അത് കേടാണ്, ശരിയാണ്. പക്ഷെ ഒരു ബ്ലോക്കും ഇല്ലാത്ത ആളുകൾ ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ ആഴ്ചയാണ് 4 വയസ്സിലെ കുട്ടി അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. അപ്പൊ ഇതിനൊക്കെ പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ എസ്എനോട് എന്നിട്ട് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ ചാർജ് എപ്പോ നിൽക്കുന്നോ ആ സമയം ആള് മരിക്കും. ഒരു ബ്ലോക്കില്ലോനും ഇല്ലാത്തവനും ഒക്കെ എസ്എനോഡിന്റെ ചാർജ് കഴിഞ്ഞാൽ മരിക്കും. ഈ എസ്എനോഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റില് 72 പ്രാവശ്യം നമ്മളെ ഹാർട്ടിനെ അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് 5 ലിറ്റർ ബ്ലഡ് ഓരോ മിനിറ്റിലും 72 പ്രാവശ്യം ശരീരത്തിന്റെ നഖം മുതൽ കണ്ണിന്റെ ബാക്ക് വരെ എത്തിക്കുന്നുണ്ട്. അത്തരം ചാർജിലെ ബാറ്ററിയാണ് എസ്എനോഡ്.
ഈ SNOD എന്ന് പറയുന്ന ഒരു പയറുമണിന്റെ അത്ര വലിപ്പമുള്ള സാധനം. ഈ സാധനത്തിന്റെ ചാർജ് നിൽക്കുമ്പോഴാണ് ആൾക്കാർ മരിക്കുന്നത്, ഹാർട്ട് നിന്ന് പോകേണ്ടത്. അത് ബ്ലോക്കില്ലവനും ബ്ലോക്കില്ലാത്തവനും ഒക്കെ ഈ SNOD ചാർജ് തീർന്നാൽ മതി. ഈ ചാർജ് തെറ്റാക്കാൻ, ചാർജിന്റെ ക്രമീകരണം നമ്മളെ തലച്ചോറിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ചാർജ് ക്രമീകരിക്കുന്നത്. അതൊക്കെ തെറ്റാനുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിന്റെ താളം തെറ്റിക്കലാണ്. ചെറിയ കാര്യം. ഇപ്പൊ നമ്മള് രാവിലെ എണീക്കാം, അപ്പൊ നമുക്ക് ബേജാറാണ്, നമുക്ക് നേരം കിട്ടും, പള്ളിക്ക് പോകണം, വേഗം വേണം, അപ്പാലത്തിന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ സ്ഥിരം നമ്മൾ ഈ ബേജാറുകൾ വരുന്ന ആളുകൾക്കാണ് കൂടുതൽ ഈ താളം തെറ്റാനുള്ള സാധ്യത. ഏത് കാര്യത്തിനും താളം തെറ്റാതിരിക്കാന്നില്ല. പിന്നെ നമ്മൾ നടക്കുന്നതൊക്കെ നമ്മൾ ആസ്വദിച്ചാണ് നടക്കുക, അതൊക്കെ നല്ലതാണ്. അതിന്റെ മറിച്ചാണ് പെട്ടെന്ന് ചെയ്യുന്ന എക്സസൈസും മുറങ്ങൾ, അത് ഒരു ചിന്ത പോലും നമ്മൾ വിചാരിക്കാം നമുക്ക് ഇനിയിപ്പോ വൈകുന്നേരം ജിമ്മിക്ക് പോകാനുണ്ട്, അപ്പൊ അവിടെ ചെന്നാല കാര്യങ്ങളായി നമുക്ക് മനസ്സ് ഇഷ്ടപ്പെടാതെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ താളം തെറ്റും. നമ്മൾ എക്സസൈസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ താളം തെറ്റാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് നമ്മൾ വ്യായാമ മുറകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ശാസ്ത്രം അനുസരിച്ച് അതിന്റെ ജോയിന്റ് ഒക്കെ അനുസരിച്ചുള്ള മുറകളാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം എത്ര കാലറി കത്തിച്ച് വിടുന്നത് അനുസരിച്ചുള്ള വ്യായാമ മുറകളാണ് വേണ്ടത്. അത് എവിടുന്ന് ചെയ്യണം എന്നുള്ളതിന് ശരിക്ക് സിസ്റ്റം ഉണ്ട്, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതിന് സിസ്റ്റം ഉണ്ട്. വളരെ തീവ്രമായ ഒന്നും തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല, ലഘുവായ രൂപത്തിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് ചെയ്യും. തുടക്കത്തിൽ തന്നെ നമ്മള് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് മനസ്സിനെ അതിന് പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ എക്സസൈസുകൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 5 സ്റ്റെപ്പില്ല ഒരു എക്സസൈസ് രീതിയാണ്. അതിൽ ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് ജോയിന്റ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ജോയിന്റ് ഒക്കെ വെറുതെ ഒന്ന് ഇളക്കുക. അതിനൊക്കെ ഒരു ശാസ്ത്രീയ വശമുണ്ട്, ഞാൻ പിന്നെ പറയാം. അത് കഴിഞ്ഞ് ഒരു ഗ്രേഡഡ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്, മസിലിനെ റിലാക്സ് ചെയ്യുക. ഗ്രേഡ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് ഗ്രേഡ് നമ്മളെ മനസ്സറിഞ്ഞ് ശ്വാസത്തിന്റെ അകമ്പടിയോട് കൂടി മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് ചാടാൻ പാടില്ല. ഓരോന്നിന്റെ ഇടയിൽ ശ്വാസം വലിക്കാനുള്ള ഗ്യാപ്പ് വേണം. അല്ലാതെ ചെയ്താൽ അത് നമ്മൾ താളം തെറ്റും, നമ്മളെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഈ ഗ്രേഡഡ് മസിൽ റിലാക്സേഷന് ശേഷം നമ്മൾ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന പരിപാടി ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ചൂടുകൊണ്ട് നമ്മൾ തന്നെ ഉത്തേജിപ്പിക്കുക. ലാസ്റ്റ് വരുന്നതാണ് മൈൻഡ് സെറ്റിംഗ്. ഒരു ദിവസത്തെ കാര്യങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടി രാവിലെ തന്നെ പീനിയൽ ഗ്ലാൻഡ് തലച്ചോറിൽ ഇതിനൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടി സംഭവം ചെറുതായിരിക്കും മൈൻഡ് സെറ്റിംഗ്, പക്ഷെ അതിന്റെ എഫക്ട് ഭയങ്കരമായിരിക്കും. ഇങ്ങനെ 5 സ്റ്റെപ്പ് കൂടിയ 25 മിനിറ്റാണ് അതിന് വരിക. ഇതിൽ തന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ ഒരു AN5 എന്നാണ് സംഭവം ചെയ്തുകൊണ്ട്, AN5 എന്നുള്ള ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചെയ്താൽ നമ്മളെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ പറ്റും. ഇതിൽ നമ്മൾ ആദ്യം ഓരോന്ന് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മള് ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. അത് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുക. പെട്ടെന്ന് ശരിക്കും നമുക്ക് മുമ്പുക്കും ഒരാളെ ഗ്യാപ്പ് വേണം, സൈഡിക്കും ഒരാളെ ഗ്യാപ്പ് വേണം കേട്ടോ അത് ചെയ്യുമ്പോ. കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് മുമ്പൊക്കെ നമ്മൾ ഏത് എക്സസൈസ് തുടങ്ങുമ്പോഴും ആദ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ഇത് തുടങ്ങാൻ പാടുള്ളൂ. ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ റിലാക്സ് ചെയ്ത് കൈ ഇങ്ങനെ കെട്ടി നിൽക്കുക, പറ്റ റിലാക്സ് ചെയ്തിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ചെയ്യുക, ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് 5 സെക്കൻഡ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. എക്സേൽ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 1 2 3 4 5 എക്സേൽ പുറത്തേക്ക് വിടുക. വീണ്ടും ഇൻഹേൽ വലിക്കുക, അങ്ങനെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പിന്നെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളെ ലങ്ങിന്റെ എല്ലാ ചുളിവുകളും നിവരുകയും എല്ലാ അറകളിലേക്കും ഓക്സിജൻ കയറി ഇറങ്ങി സമ്പൂർണ്ണ ഓക്സിജനേഷൻ എന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. വെറുതെ ശ്വാസം വലിച്ചുവിട്ടാല് നമുക്കിന് എഫക്ട് കിട്ടൂല. ഒരു സമ്പൂർണ്ണ ഓക്സിജനേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മളെ ഒരിക്കൽ പോലും നമ്മൾ ശ്വാസങ്ങളെ വലിച്ച് സ്ഥിരമായിട്ട് വിടുന്നു, പക്ഷെ
ഓവറായിട്ട് നമ്മൾ വലിച്ചു വിടുന്നില്ല. അങ്ങനെ 5 പ്രാവശ്യം ദിവസത്തിൽ ചെയ്താൽ മതി ശരിക്ക്. എന്നാൽ തന്നെ ലെങ്ങിന്റെ പുറത്തില് പ്ലൂറ എന്നുള്ള സാധനം പിന്നെ പറ്റ ടച്ച് ചെയ്യും. അതിന്റെ പൊടികൾ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ചാടും അതിന്റെ എല്ലാ അറകളിലേക്കും. സംഭവം വളരെ നിസ്സാരമാണ്. 5 പ്രാവശ്യം ശ്വാസം വലിച്ചു കിട്ടാൻ മതി. പക്ഷെ അതിന് കിട്ടുന്ന എഫക്ട് ഭയങ്കരമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. എല്ലാം റിലാക്സ് ചെയ്ത് നിൽക്കുക. ഇൻഹേൽ എന്ന് പറയുമ്പോ പുറത്തേക്ക് ഉള്ളിലേക്ക് വലിക്കുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എക്സേൽ എന്ന് പറയുമ്പോ പുറത്തേക്ക് വിടുക. ഇൻഹേൽ 1 2 3 4 5. എക്സേൽ. 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 പിന്നെ നമ്മൾ വേറെ നമ്മൾ ഏത് എക്സസൈസ് ചെറുതായാലും അതിന് ശേഷം നമ്മൾ ലിംബ് സെറ്റിൽമെന്റ് എന്ന പരിപാടി ചെയ്യണം. അതെന്താ വെച്ചാല് നമ്മളെ മസില് കൊളത്താതിരിക്കാന്, നരമ്പുകൾ കുടുങ്ങാതിരിക്കാനൊക്കെ വേണ്ടി. അതായത് സൗകര്യം പോലെ അത് ഏത് ചെയ്താലും ലിംബ് സെറ്റിൽമെന്റ് മസ്റ്റാണ് ചെയ്യല്, ചെറുതായാലും വലുതായാലും. ഇനി അടുത്തത് നമ്മൾ ജോയിന്റ് സ്റ്റിമുലേഷൻ ഉള്ള ഒരു ടെക്നിക്കാണ് വരിക. അത് നമ്മൾ ജോയിന്റ് സ്റ്റിമുലേഷൻ ചെയ്യുക കാലിന്നാണ്, സ്റ്റാർട്ട് ചെയ്യുക കാലിന്നാണ്. നമ്മൾ ആദ്യം ചെയ്യുക വലത്തേക്കാലാണ്. വലത്തേക്കാലിന്റെ ആംഗിള്, നിങ്ങളുടെ വലത്തേക്കാലിന്റെ ആംഗിള് 10 പ്രാവശ്യം ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുക. ഇങ്ങനെ 1 2 പറയുമ്പോ ചെയ്താട്ടോ. സ്റ്റാർട്ട്. 10 പ്രാവശ്യം പുറത്തേക്ക്. 1 2 3 4 5 6 7 8 9 10. അതിന് ശേഷം ചെറിയൊരു നിങ്ങളുടെ സൗകര്യം പോലെ കൈയും കാലും നടക്കിയാൽ മതി. പിന്നെ വലത്തേക്കാലിന് തന്നെ ആംഗിള് 10 പ്രാവശ്യം ഉള്ളിലേക്ക് ഇറക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനി ഇടത്തേക്കാലിന്റെ ആംഗിള്, നിങ്ങളുടെ ഇടത്തേക്കാലിന്റെ ആംഗിള് 10 പ്രാവശ്യം പുറത്തേക്ക് ഇറക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനി നിങ്ങളതിന്റെ അടുത്തേക്കാലിന്റെ ആംഗിള് 10 പ്രാവശ്യം ഉള്ളിലേക്ക് ഇറക്കുക. 1 2 3 4 5 6 7 8 9 10. ഇത് നമുക്ക് തന്നെ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ നമ്മൾ പൊരുത്തം കിട്ടും. 2 ഇതാ കിട്ടുന്നത്. അത് ചെയ്യുന്ന കാലിന്റെ ആംഗിളിൽ ചെയ്ത്. പക്ഷെ നമ്മൾ അതിലേറെ ഉദ്ദേശിച്ച് നമ്മൾ ഈ കാപ്പിന് നല്ലൊരു പൊരുത്തം കിട്ടും കാലിന്. പിന്നെ നമ്മൾ മേലേക്ക് കയറി ചെയ്യാം. പിന്നെ മുട്ടിനാണ്. മുട്ട് എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും. ഹിഞ്ച് ജോയിന്റ് പെട്ടാണ് മുട്ട്. അപ്പൊ മുട്ടിനെ ആ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സയൻസ് പ്രകാരം ഇങ്ങനെ മടക്കാനേ പാടുള്ളൂ. വേറെ കറക്കാനോ ഇതാക്കാനോ പാടില്ല. കാരണം മുട്ടിന് ചിരട്ട 4 ലിഗമെന്റ് വഴി ഇതിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് സയൻസിന് എതിരാണത്. മുട്ടിന് നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ കൈകൾ മടക്കി ബാക്കിലേക്ക് വെക്കും. ഇങ്ങനെ വെക്കും. എന്നിട്ട് ആദ്യം പിന്നെ വലത്തേക്കാല് ഇവിടെ മുട്ടിക്കുക, പിന്നെ ഇടത്തേക്കാല് ബാക്കിൽ മുട്ടിക്കുക, ആ കൈമ മുട്ടിക്കാട്ടോ. അങ്ങനെ കാലും ഇടത്തേക്കാലും മുട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒന്നിൽ നിന്നു. അങ്ങനെയുണ്ട. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യാം. അത് മതി മുട്ടിന്. കാരണം മുട്ടിന്റെ ജോയിന്റിന്റെ ഘടന കിടപ്പ് അനുസരിച്ചിട്ട് ആ ഒരു മൂവ്മെന്റ് മാത്രമേ മുട്ടിന് പാടുള്ളൂ. വേറെ സൈഡിക്കൊന്നും അളകാൻ പോലും പാടില്ല. പെട്ടെന്ന് തേഞ്ഞു പോവും. കറക്കിയാലൊക്കെ ആ ചിരട്ട ഇതിന് പോരും. 1 2 3 4 5 6 7 8 9 10. അതിൻ്റെ കയ്യും കാലും നടക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് നമ്മളെ ഹിപ്പിനുള്ളതാണ്. മോൾക്ക് കയറി ഹിപ്പിനിൽ പിന്നെ നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ
നമ്മളെ കറക്ക ചെയ്യാം. കറക്ക നമ്മളെ കഴിവിനനുസരിച്ച് നമ്മുടെ വ്യാപ്തി കൂട്ടാം. ഫസ്റ്റ് ചെയ്യാൻ വലത് ഭാഗത്തേക്കാണ് കറക്കുക. ഇങ്ങനെ പോയിട്ട് അവനവന്റെ വലത് ഭാഗത്തേക്ക് കൈനൂൽക്ക് നല്ല വട്ടത്തിൽ കറക്കാം, അല്ലാത്തവര് ചെറിയ വട്ടത്തിൽ കറക്കാം കേട്ടോ. നിങ്ങളെ വലത് ഭാഗത്തേക്ക് 1 2 3 4 5 6 7 8 9 10. ഇനി അതേപോലെ 10 പ്രാവശ്യം നിങ്ങൾ ഇടത് ഭാഗത്തേക്ക് 1 2 3 4 5 6 7 8 9 10. ഇപ്പിൻ്റെത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മള് നേരെ വരുന്നത് കയ്യുമ്മക്കാണ്. നമ്മളിതിന്റെ സ്റ്റെപ്പ് തെറ്റാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് ഇത് നമ്മൾ ചെയ്യുന്നത് 10 ആണെങ്കിലും 100 ആണെങ്കിൽ എഫക്ട് മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് കിട്ടും. ആദ്യം നമ്മൾ ജോയിന്റിക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി പിന്നെ തിരിച്ച് താഴേക്ക് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ഇതൊക്കെ ഇതാണ് സ്റ്റിമുലേഷൻ ആണ്. അതിന്റെ ഇത് റിലാക്സേഷൻ വരുന്നത്. അപ്പൊ ശരിക്കും യൂറിക് ആസിഡ് കൊഴുപ്പൊക്കെ ജോയിന്റിക്ക് ഇറങ്ങി പോകരുത്. അപ്പൊ ഒന്നിന്റെ സ്റ്റെപ്പ് അടുത്തിൽ ചെയ്താൽ അവിടെ ബ്ലോക്ക് വരും. ഇതേ ഒരു ഇതനുസരിച്ച് വേണം നമ്മളത് ചെയ്യാൻ. ഇനി അടുത്തത് കൈയിനാണ് വരിക. കൈന്റെ മുട്ടിന് ഒരു ഹിൻഡ് ജോയിന്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ മുട്ടിന് നമ്മളിങ്ങനെ 2 കൈ നീർത്തി പിടിക്കുക, സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കുക. 2 കൈയും 2 കൈ ഒരുമിച്ച് കൊണ്ടുവന്ന് മുട്ടിക്കുക. നീർത്തി പിടിച്ചോളൂ. 1 2 കൈയും 2 3 4 5 6 7 8 9 10. കഴിഞ്ഞിട്ട് ചെറിയൊരു ലിംബ് സെറ്റിൽമെന്റ് വെറുതെ ഒന്ന് ഇളകിയാൽ മതി. ഇത് മുട്ടിൻ്റെത് കഴിഞ്ഞാൽ ഈ അടുത്തത് ഷോൾഡറിനാണ്. നമ്മൾ ആദ്യം ചെയ്യുക വലത്തെ കൈയിന്റെ ഷോൾഡറാണ്. അത് കൈ ഇവിടെ വെക്കുക. ഇങ്ങനെ മറ്റേ കൈ വടിയും വെക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 10 പ്രാവശ്യം മുമ്പേക്ക് ഇറക്കാട്ടോ. നിങ്ങളെ മുമ്പേക്ക് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. നീ അതേപോലെ 10 പ്രാവശ്യം ബാക്കൊക്കെ കിടക്കാം. 1 2 3 4 5 6 7 8 9 10. നീ അതേപോലെ തന്നെ ഇടത്തെ ഷോൾഡർ 10 പ്രാവശ്യം മുമ്പൊക്കെ ഇറക്കാം. 1 2 3 4 5 6 7 8 9 10. നീ അതേപോലെ ഇടത്തെ ഷോൾഡർ 10 പ്രാവശ്യം ബാക്ക് 1 2 3 4 5 6 7 8 9 10. ഇനി ലാസ്റ്റ് വരുന്ന ജോയിന്റ് നെക്കാണ്. ഇതില് നമ്മള് ഏറ്റവും ലഘുവായിട്ട് ചെയ്യുന്ന സാധനമാണ് നെക്കിന്റെ സ്റ്റിമുലേഷൻ. നെക്കിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നെക്ക് നമ്മൾ കറക്കാൻ പാടില്ല. പിന്നെ അതിന്റെ കൂടെ വെർട്ടിബിളായിട്ട് തന്നെ സാധനം പോകുന്നുണ്ട്. അത് ഭാവിയില് പൊട്ടിപ്പോവും. അതേപോലെ തേയ്മാനം കൂടും. ഇതൊന്നും അല്ലാത്ത ആൾക്കാർക്കും 1 മാസം നെക്ക് കറക്കിയാല് പിന്നെ DPV അതുപോലെ പിന്നെ പരോക്സിമൽ വെർട്ടിക്കോന്റെ സംഭവം വലിയ ബിൽഡിങ്ങിന്റെ മേലൊക്കെ കയറിയാല് തല കറങ്ങും. അപ്പൊ അതുകൊണ്ട് കഴുത്ത് നമ്മൾ കറക്കാൻ പാടില്ല. കഴുത്ത് വെറുതെ കഴുത്തിനകത്തിന്റെ നമ്മുടെ മൂവ്മെന്റ് കിട്ടും. എന്നാലും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോ നമ്മൾ 5 പ്രാവശ്യം വലത് ഭാഗത്തേക്ക് കറക്കുക. ഇപ്പൊ തിരിക്കുക. 1 2 3 4 5. നീ അതേപോലെ 5 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് തിരിക്കാം. 1 2 3 4
5. ഇനി 5 പ്രാവശ്യം മുമ്പക്കും ബാക്കും ചലിപ്പിക്കുക. അത് വളരെ ലഘുവായിട്ട് മതിയല്ല, കൂടുതൽ ചെയ്യാൻ പാടില്ല. 1, 2, 3, 4, 5. നമ്മള് ഇത് മൈൽഡായിട്ടുള്ള ജോയിന്റ് സ്റ്റിമുലേഷൻ കഴിഞ്ഞു. ഇതാണ് ശരിക്ക് ശാസ്ത്രീയമായിട്ട് ഓരോ ജോയിന്റിലും കിട്ടേണ്ടത്. ഇത്ര എണ്ണം ഇതേ അളവിൽ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ കൂടുതലുള്ള മൂവ്മെന്റുകൾ ജോയിന്റുകൾക്ക് കാണാം. ഇനി നമ്മൾ ജോയിന്റുകൾ തമ്മിൽ ചെറിയ ഗ്യാപ്പ് വന്നു, 1 മില്ലിമീറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും എല്ലാ ജോയിന്റിലും. ഇനി നമ്മൾ ഗ്രേഡഡ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കാണ്. അത് ചെയ്യുമ്പോൾ ക്രമേണ കൊഴുപ്പ് ഇതൊക്കെ പോകാൻ വഴി നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ആ സ്റ്റെപ്പ് അതേപോലെ തെറ്റാതെ ചെയ്യുമ്പോൾ കൊഴുപ്പ് യൂറിക് അതൊക്കെ അങ്ങനെ പിന്നെ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് തന്നെ അറിയാം ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഗ്രേഡഡ് മസിൽ റിലാക്സേഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് കയ്യിൽ നിന്നാണ്. അത് നമ്മള് ആദ്യം കൈകൾ ചേർത്ത് വെക്കും, ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് ബാക്ക് കൊണ്ടുപോകും. എന്നിട്ട് ചെവിയില് മുട്ടിക്കണം. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ചെവിയിൽ മുട്ടിക്കാം. ഇതില് ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രേഡ് എന്നുള്ള പേര് വരാൻ കാരണം അത് നമ്മള് ശ്വസനത്തിന്റെ അകമ്പടി ഇതിനുള്ളതുകൊണ്ടാണ്. അതായത് ഇത് നമ്മൾ മേലേക്ക് പോകുമ്പോ ശ്വാസം വലിക്കും, താഴേക്ക് വിടുമ്പോ ശ്വാസം പുറത്തേക്ക് വിടും. അങ്ങനെ അത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ശ്വാസം വലിക്കാം, തിരിച്ചു വരുമ്പോ ശ്വാസം പുറത്തേക്ക് വിടും. അത് ചെവിയിൽ മുട്ടിക്കണം. ബാക്കിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ശ്വാസം ചെവിയിൽ മുട്ടിക്കുക. അത് ശരിക്കും നല്ലത് വായക്കൂടെയാണ്. വായക്കൂടെ വിടാം. വലിക്കുന്നത് മൂക്ക് കൂടി, പുറത്തേക്ക് വിടുന്നത് വായക്കൂടെ ചെയ്യാം. ഇത് നമ്മള് ചെയ്താലേ നമ്മളെ ബോഡി ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഈ ശ്വാസത്തിന്റെ അകമ്പടി ഇതിന് വേണം എപ്പോഴും. ചെയ്തോടാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സെന്റിമീറ്റർ ചെയ്യാം. പിന്നെ ഇതേ സംഭവം തന്നെ നമ്മള് കൈ റിവേഴ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതും ഇതേപോലെ ശ്വാസം വലിച്ചിട്ട് ഇവിടെ താഴ്ക്കുക. അപ്പൊ ചെവിയിലും മുട്ടില്ല. പക്ഷെ പറ്റുന്ന ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കാട്ടിയാൽ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇതില് വേറെ വരുന്നത് ലാസ്റ്റ് AN5 എന്നുള്ള ഇതാണ്. നമ്മളെ ആമ് നെക്ക് 5 എന്നുള്ള ഒറ്റ ഇതിൽ തന്നെ 5 വരുന്നതാണ്. ഈ AN5 സാധാരണ ഓഫീസുകളിലും നമ്മള് സ്കൂളുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ് തുടങ്ങുമ്പോൾ അതുപോലെ നമ്മളെ ഈ സെമിനാറുകളിലൊക്കെ വാമപ്പായിട്ട് സെമിനാറിന്റെ അടിയിലൊക്കെ ആൾക്കാരെ എണീപ്പിച്ചെത്തിങ്ങാണ്ട് പ്രശ്നം അങ്ങനെ ചെയ്യുന്നത്. അതിലാണ് AN5. ഈ AN5 നമ്മൾ കൈ ഇങ്ങനെ കെട്ടി വെക്കും. എന്നിട്ട് കൈ നേരെ ഉയർത്തും. ഈ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. കൈ ഇങ്ങനെ കെട്ടി വെക്കും. 2 കൈ ഒരുമിച്ച് ഉയർത്തും. അപ്പോ ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. പിന്നെ നമ്മള് വലത് ഭാഗത്തേക്ക് ഒന്ന് ചെയ്യും, ഇടത് ഭാഗത്തേക്ക് ചെയ്യും, സെൻട്രൽ പൊസിഷനിൽ വെക്കും, താഴ്ത്തും. നേരത്തെ ഉള്ളിക്കെടുത്ത ശ്വാസം ഈ കൈ താഴ്ത്തുമ്പോഴാണ് നമ്മള് പുറത്തേക്ക് വിടുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഇതില് ഉള്ളില് നമ്മുടെ പിന്നെ നെഗറ്റീവ് പ്രഷറാണ് വരുന്നത് ഉള്ളില്. അപ്പൊ ലങ്ങക്കും തീക്കും ബ്ലഡ് നല്ലോണം നമ്മള് സാധാരണ അറ്റാക്കിലെ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സംഭവമാണ്. കാരണം ലങ്ങക്കും ഹാർട്ടിക്കും സർക്കുലേഷൻ നല്ല കൂടും. ഇത് AN5 എന്നാ പറയാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൈ ഇവിടെ വെക്കുക.
ഇങ്ങോട്ട് ശ്വാസം വലിക്കും. വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷൻ താഴ്ച, ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ കെട്ടിക്കോളെ, ബാക്കിൽ കെട്ട, ശ്വാസം വലിക്കുക, കൈകൾ ഉയർത്തുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വരിക, കൈകൾ താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വലിക്കുക, കൈകൾ ഉയർത്തുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വെക്കുക, താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വലിക്കുക, കൈകൾ ഉയർത്തുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വെക്കുക, കൈകൾ താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നെ 5 ഇനി ഒന്നുകൂടെ. ശ്വാസം വലിക്കുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വെക്കുക, താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. 6. ഇനി കൈകള് ഉയർത്തുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വെക്കുക, താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. 7. കൈകൾ ഉയർത്തുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, വലത് ഭാഗത്തേക്ക് ചെരിയ, ഇടത് ഭാഗത്തേക്ക് ചെരിയ, സെൻട്രൽ പൊസിഷനിൽ വെക്കുക, താഴ്ത്തുക, പുറത്തേക്ക് വിടുക. 8. ഉയർത്തുക, വലത് ഭാഗം, ഇടത് ഭാഗം, സെൻട്രൽ പൊസിഷൻ, താഴ്ത്തുക, ശ്വാസം പുറത്തേക്ക് വിടുക. 9. ഉയർത്തുക, വലത് ഭാഗം, ഇടത് ഭാഗം, സെൻട്രൽ പൊസിഷൻ, താഴ്ത്തുക, പുറത്തേക്ക് വിടുക. 10. പിന്നെ കൈയിന്റെ ലോ മസിൽസിനുള്ള പിന്നെ ഇതാണ് പിന്നെ റിലാക്സേഷൻ ആണ്. അത് നമ്മൾ സ്ക്രൂവിൻ എക്സസൈസ് എന്ന് പറയും. 2 കൈയും നിർത്തി പിടിക്കാം. എന്നിട്ട് നമ്മള് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് പറ്റുന്നത്ര ഉള്ളിലേക്ക് ഇറക്കുക. ഇനി പറ്റുന്നത്ര പുറത്തേക്ക് ഇറക്കുക. അപ്പൊ ശ്വാസം പുറത്തേക്ക് വിടാം. രണ്ടും ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കുക, ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുക. കൈ ഇങ്ങനെ പിടിക്കുക, ഉള്ളിലേക്ക് ശ്വാസം വലിക്കാം, പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, അതോടുകൂടി കൈ ഉള്ളിലേക്ക് പറ്റുന്നത്ര തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ പുറത്തേക്ക് തിരിക്കുകയും ചെയ്യാം. ഇതിന് നമ്മൾ സ്ക്രൂവിൻ എക്സസൈസ് എന്ന് പറയും. ലോങ് മസിൽസിന് ഇതിന് കേട്ടാം. എല്ലാം ചുറ്റി പിടിച്ചോളാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ കൈന്റെ ഇതില് അടുത്ത് വരുന്നത് പഞ്ചിങ് എക്സസൈസ് എന്ന് പറയും. ഇത് നമ്മള് ഈ തോളലുണ്ട്, ഈ തോളലിന്റെ ഉള്ളിലുള്ള ഒരു മസിലിന് റിലാക്സേഷൻ കിട്ടാമെങ്കിൽ അത് മാത്രമേ വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട വെച്ചാല് കൈകൾ ഇങ്ങനെ മുഷ്ടി ചുറ്റി പിടിക്കുക, എന്നിട്ട് ശ്വാസം പിടിക്കുക, എന്നിട്ട് പറ്റുന്നത്ര പൊന്തിക്കുക. വേഗയിൽ വലിയ വലിച്ചാൽ നിങ്ങൾ പൊന്തിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. പറ്റുന്ന വലിയ പിന്നെ അത് മുട്ടിക്കുക. ഈ മുട്ടിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, നമുക്ക് എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യം ആ വേഗത്തിലെ വലിയിലാണ്. നമ്മളിങ്ങനെ ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കാം. ഇത് വലിയ വലിച്ചാൽ അതിന് ഉള്ളിലൊരു മസിൽ നമ്മൾ ഒരിക്കലും ഒരു എക്സസൈസും കിട്ടാത്തൊരു വലിയ വലിയ വരും. എന്നിട്ട് പിന്നെ നമ്മള് മുമ്പോട്ട് കൊണ്ടുവരാൻ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇങ്ങനെ വരിക ചെയ്യാം.
നമ്മളെ ഈ ഇതിൻ്റെത് കഴിഞ്ഞ് മറ്റേ സ്കാൽപ്പ് ഇത് അറിയാം, നമ്മളെ സ്കാൽപ്പിൽ അറിയാം. അതിൻ്റെത് കഴിഞ്ഞ് നമ്മള് ഹിപ്പുമൊക്കെ വരുന്നത്. ഇനി ഹിപ്പിനില്ല ഇതാണ്. ഹിപ്പിന് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ കാല് സൗകര്യപ്രകാരം നിങ്ങൾ വിട്ടുവെക്കുക, കൈകൾ ഇങ്ങനെ ഹിപ്പിൽ വെക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മള് പറ്റുന്ന അത്ര നിങ്ങളെ വലത് ഭാഗത്തേക്ക് ചെയ്യാം. പറ്റുന്നത് അങ്ങോട്ട് ചെരിയുമ്പോ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, തിരിച്ചു വരുമ്പോ ശ്വാസം ഉള്ളിലേക്ക് വിടുക. ഇത് നമ്മള് യോഗയല്ല കേട്ടോ. യോഗയിൽ എങ്ങനെ ചോദിച്ചാല് ഇതിങ്ങനെ ചെയ്യുമ്പോൾ കഴുത്ത് ഇങ്ങനെ അളക്കാൻ പാടില്ല. നമ്മളെ ബോഡി അടക്കം കഴുത്ത്. പക്ഷെ ഇത് നമ്മുടെ ഗ്രേഡ് മസിൽ റിലാക്സേഷൻ വേറെ ടെക്നീക്കാണ്. അതുകൊണ്ട് നമുക്ക് തലയും കഴുത്തൊക്കെ എത്ര അളക്കാം. അതിന് പ്രശ്നം ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് പിന്നെ പറ്റുന്ന അത്ര ചെയ്യാം കേട്ടോ. അതിന് 10 പ്രാവശ്യം ചെയ്യാം. നിങ്ങളെ വലത് ഭാഗത്തേക്ക് 1 2 3 4 5 6 7 8 9 10. ഇനി ഇതന്നെ നിങ്ങളെ പിന്നെ ഇടത് ഭാഗത്തേക്ക് ഇടാ. ഇപ്പോൾ വലത് ഭാഗത്തേക്കല്ല ചെയ്ത്. ഇനി നിങ്ങളെ ഇടത് ഭാഗത്തേക്ക് ചെയ്യാം ഇടാ. 1 2 3 4 5 6 7 8 9 10. ഇതിലെ ഈ പിന്നില് ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ ബാക്ക് ബെൻഡിങ്. ഇത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ ആകാശം കാണാന്നില്ല പേരതിന് കൊടുക്കുക. എന്താ വെച്ചാൽ കാല് കുറച്ച് വിട്ട് വെക്കുക, കൈകൾ ഇങ്ങനെ വെക്കുക. അതിന് 4 പേരുടെ മുമ്പിലും 1 പേരുടെ ബാക്കിലും ആയിട്ടാണ് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പറ്റുന്നാത്തൊരു ബാക്കിക്ക് പോവാ, ആകാശം കാണാൻ തിരിച്ചു വരിക. ബാക്കിക്ക് പോകുമ്പോ ശ്വാസം വലിക്കും, മുമ്പൊക്കെ വരുമ്പോ ശ്വാസം പുറത്തേക്ക് വിടും. 1 2 3 4 5 6 7 8 9 10. നമ്മള് വീണ്ടും താഴോട്ട് പോവാണ്. ഇനി നമ്മള് ഇന്നർ ഹിപ്പിനില്ലാതാണ്. ഇതിന് നമ്മള് ചെയ്യുന്നത് വെച്ചാല് 2 കൈയും മുഷ്ടി ചുരുട്ടി നമ്മളെ ഫേസ് ചെയ്ത് വെക്കുക. ഈ പൊസിഷനിലിടാം. 2 കൈ വെച്ച് 2 കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് തപ്പ് ഇങ്ങനെ അതേപോലെ വെക്കുക. എന്നിട്ട് ഇപ്പൊ ചെയ്യണ്ട, ഞാൻ കാണിച്ചത്. ആദ്യം വലത്തെ കൈയിൽ മുട്ടിക്കുക, പിന്നെ ഇടത്തെ കൈയിൽ മുട്ടിക്കുക. ഇത് നമ്മള് 1 ഇത് കഴിഞ്ഞിട്ട് എണ്ണുള്ളൂ. 2ഉം കഴിഞ്ഞിട്ട് എണ്ണ. അതായത് ഇത് ചെയ്യുമ്പോ ശ്വാസം വലിച്ചിട 1 അങ്ങനെയാട്ടോ. അതായത് 1 അങ്ങനെയാണ്. കൈ താഴേക്ക് ഉണ്ടാകാതെ കാല് മേലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. ഇനി തുടക്കത്തില് പറ്റാത്തവരൊക്കെ പറ്റാതെ പൊന്തിച്ച, പക്ഷെ 3 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മുട്ടും. തുടക്കത്തിൽ 1 പൊന്തിച്ചാലും മതി. പറ്റുന്ന അത്ര ആൾക്കാർ മുട്ടിക്കാം. എന്തായാലും മാക്സിമം 3 ദിവസം പറയുന്നത്. 3 ദിവസം കൊണ്ട് എല്ലാവരും മുട്ടും. തുടങ്ങണം. അതായത് ഇപ്പൊ ചെയ്യണ്ട, അതിങ്ങനെ വരും കേട്ടോ. 1 അതിലാണ് 1 വരും കേട്ടോ. 1 2 3 4 5 6
7 8 9 10. ഇനി നമ്മള് ഇതില് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്രോസ് ലിംബ് എന്ന സംഭവമാണ് കേട്ടോ. ക്രോസ് ലിംബ് പറ്റുന്ന ആൾക്കാർ കൈ മുട്ടിക്കും. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാല് കാല് കുറച്ച് വിട്ടേക്കും, എന്നിട്ട് വലത്തേക്കാല് ഇടത്തേക്കാല് മുട്ടിക്കും, ഇടത്തെ കൈ പൊന്തിക്കും, സൈഡിക്ക് നോക്കും. ഇടത്തെ കൈ വലത്തെ കാലില് മുട്ടിക്കും, വലത്തെ കൈ പൊന്തിക്കും, സൈഡിക്ക് നോക്കും. ഇതും തന്നെ ഇതൊക്കെ ശ്വാസം വലിച്ചൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ നേരത്തെ പോലെ തന്നെ 2 സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലുണ്ട്. 10 പ്രാവശ്യം ചെയ്യാം. പറ്റുന്ന അത്ര ആൾക്കാർ മുട്ടും തന്നെ. 4 ദിവസം കഴിഞ്ഞ് എല്ലാവരും മുട്ടും. ഒന്ന് 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യുകട്ടോ. അതായത് പിന്നെ എല്ലാത്തിനും നമ്മൾ ലിംബ് സെറ്റിൽമെന്റ് ചെയ്യണം. വെറുതെ സൗകര്യം പോലെ അങ്ങനെ കാണിക്കുക എന്തില്ല, കൈയും കാലും നടക്കണമെന്നുള്ളൂ. കറക്റ്റ് എങ്ങനെയാണോ, അതായത് വലത്തേക്കാല് തീരും കൈ മുതൽ മുട്ടി പിന്നെ ഇങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങനെ ചെയ്യണ്ട. ഇതിന് പൊട്ടിച്ചിട്ട് 2 മുട്ടി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുക. ഇനി ഇതിൽ വരുന്നത് 2 കൂടെ ബാക്കി സിറ്റിംഗ് എക്സസൈസ് എന്ന് പറയും. ഇതിൽ നമ്മൾ ഇരിക്കുമ്പോ ബലം വരിക കാലിന്റെ വിരലുകളിലാണ്. നിൽക്കുമ്പോ കൂട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരും. ഇത് നമ്മള് കൈകൾ മുഷ്ടി ചുരുട്ടി നിർത്തി പിടിക്കുക. 2 കൈയോ ചെയ്യണ്ട. ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ നിന്നോളും ഇരിക്കണ്ട. 1 2 അങ്ങനെ പോവാ കേട്ടോ. കൈ അനങ്ങാൻ പാടില്ല. ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ കൈ അതെ ആ പൊസിഷനിൽ തന്നെ നിൽക്കണം. ഇരിക്കുമ്പോ ശ്വാസം വലിക്കുക, എണീക്കുമ്പോ ശ്വാസം പുറത്തേക്ക് വിടുക കേട്ടോ. 10 ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി ഇതില് ലാസ്റ്റ് വരുന്നത് ഈ ഗ്രേഡർ മസിൽ റിലാക്സേഷനിൽ ലാസ്റ്റ് വരുന്നത് ഫ്രണ്ട് ബെൻഡിങ് ആണ്. നമ്മുടെ ഭൂമിനെ തൊടാനുള്ള എക്സസൈസ് ആണ്. അത് നമ്മളെ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മള് മുമ്പൊക്കെ പോവുക. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. തിരിച്ചു വരുമ്പോ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ പോവുക. ഇങ്ങനെ വരിക. ശ്വാസം പുറത്തേക്ക് വിടുക. 10 പ്രാവശ്യം ചെയ്യാം. മുട്ടാനേ പാടില്ല. 1 2 3 4 5 6 7 8 9 10. ഇപ്പോ ഇതില് നമ്മുടെ ശരീരത്തിലെ എല്ലാ വലിയ മസിലുകളും
എല്ലാ വലിയ ജോലി ഇളകി. ഞാൻ മൈക്ക് വിളിച്ചതുകൊണ്ടാണ് രണ്ടുപേരാണ്. ഞാൻ മൈക്കിലോട്ട് അങ്ങനെ ചെയ്യുന്നില്ല, രണ്ടു വേണം. പിന്നെ ഇതില് അടുത്തത് ഇത് കഴിഞ്ഞ് 2 മസില് നമ്മുടെ ശരീരത്തിൽ ബാക്കിയാണ്. അതിൽ ഒന്ന് ചെവിയാണ്. ചെവി നമ്മള് ഇങ്ങനെ പിടിച്ചു വിടുക, അതിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പിടിച്ചു വിടുക ചെയ്യാം. പിന്നെ വായന്റേതാണ്. വായന്റേത് നമ്മള് കവിള് വീർപ്പിച്ചിട്ട് ഒന്ന് ഊതുക ചെയ്യാം. ഊതുമ്പോ കവിളൊന്ന് വീർക്കണമെന്നുള്ളൂ. കൈ മുമ്പിലൊന്ന് വെക്കുക, 3 പ്രാവശ്യം. അത് ചെയ്യുന്ന അത് സിംഗ്രണൈസേഷൻ ഒരുമിച്ച് ആണ് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ചെയ്താൽ ഇങ്ങനെ പിടിക്കുക. 1 2 3. ഇനി കവിളിൻ്റെതാണ്. നമ്മൾ കൈ വെച്ചിട്ട് 3 പ്രാവശ്യം ഊതുക കേട്ടോ. 1 2 3. ഇപ്പോ നമ്മളെ ശരീരത്തിലെ ചെറുതും വലിയ എല്ലാ മസിലും എല്ലാ ജോയിന്റും ഇളകി. ഇനി ഒന്നും ഇളകാൻ ബാക്കിയില്ല. നമ്മൾ ചെവിന്റെ ബാക്കിലെ ഒരു ഓറിക്കുലർ മസിൽ എന്ന സാധനം വരെ ഇളകിയിട്ടുണ്ട്. ഇത്രയാണ് ഒരു ദിവസം നമുക്ക് വേണ്ടത്. ഇനി ഇതിലെ 350 കലറി പോകും, എല്ലാ ഇതും ഇളകും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയാല് ഒരുവിധം ഭയങ്കര വ്യത്യാസം 4 ദിവസം ചെയ്താൽ മനസ്സിലാവും. ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ശേഷം നടക്കാൻ പോയാൽ എന്താണ് ചെയ്യാം. ഇനിയും 2 സ്റ്റെപ്പ് ബാക്കിയുണ്ട്. അത് എളുപ്പമാണ്, 30 സെക്കൻഡ് വരുന്നതാണ്. അതില് ഒന്ന് നമ്മൾ മെന്റലി റിലേറ്റ്, ഒന്ന് സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറയും. അത് നമ്മൾ എന്താ ചെയ്യാച്ചാല് 30 സെക്കൻഡ് കണ്ണടച്ചിട്ട് നമ്മളെ കൈ ഇങ്ങനെ ചൂടാക്കും. എന്നിട്ട് ആദ്യം കണ്ണിൽ വെക്കും, എന്നിട്ട് മൊത്തം മുഖം ഒന്ന് മാസാജ് ചെയ്യും കേട്ടോ. ഇത് ചൂടായിക്കോട്ടോ. കണ്ണടച്ചിട്ട് 30 സെക്കൻഡ് ചൂടാക്കുക. ഇനി കണ്ണുകളിൽ വെക്കുക ആദ്യം 1 സെക്കൻഡ്, പിന്നെ മുഖം മാസാജ് ചെയ്യുക. ഇതിന് പ്രിൻസിപ്പിൾ എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ ഉത്തേജിപ്പിക്കുക എന്ന തത്വം ആണ് ഇതിന് പിന്നിലുള്ളത്. ഇനി ലാസ്റ്റ് അത് 1 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അതാണ് നമ്മളെ മൈൻഡ് സെറ്റിങ്. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അതുപോലെ ലാസ്റ്റിക്ക് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മൈൻഡ് സെറ്റിങ്. മൈൻഡ് സെറ്റിങ് നമ്മൾ ജോലിക്ക് പോകുന്നത് സ്കൂൾ കുട്ടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇതിൽ നമ്മള് ചെയ്യാന്ന് വെച്ചാല് 60 ബാക്ക് 30 വരെ 0 വരെ ഉണ്ടാ. ഇത് നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്താൽ ഭയങ്കര എഫക്റ്റ് ആട്ടോ. എന്താ വെച്ചാൽ നമ്മള് ഇടക്ക് തെറ്റിക്കുക, എത്ര സമയം എടുത്താലും നമ്മൾ തെറ്റിക്കൂല എന്നുള്ളൊരു തീരുമാനം എടുക്കണം. എന്നാൽ അന്ന് മുഴുവൻ നമുക്ക് തെറ്റൂല, നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മളെ മൈൻഡ് സെറ്റ് ആയി വരുന്നതാണ് പറഞ്ഞത്. പീനിയൽ ഗ്ലാൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ചില ദിവസങ്ങളിൽ 60 ബാക്കിക്ക്, ചില ദിവസം ഒറ്റ സംഖ്യ, ചില ദിവസം ഇരട്ട സംഖ്യ, മാറി മാറി ചെയ്താൽ മതി. നിങ്ങൾ ഇത് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും വളരെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, കണ്ണടച്ചിട്ട് നിൽക്കുക. എല്ലാ ചിന്തകളിൽ നിന്നും മാറി, എല്ലാ ഓർമ്മകളിൽ നിന്നും മാറി, ശ്രദ്ധ മുഴുവൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഒരു ധാരണ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെ പിന്നില് ബിൽഡിംഗ് ഉണ്ട്, മരങ്ങളുണ്ട്, മുൻപില് ബിൽഡിംഗ് ഉണ്ട്. നിങ്ങളുടെ കാൽപാദങ്ങൾ ശരിക്ക് ഭൂമിയില്
സ്പർശിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അനുഭവിച്ചറിയാം. സ്പർശിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ഫീൽ ചെയ്യാം, അങ്ങനെ ഭൂമിയിൽ തട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് അനുഭവിച്ചറിയാം. ചുറ്റും നടക്കുന്ന ശബ്ദങ്ങൾ ചെവി കൊണ്ട് കേട്ട് മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാം. അവിടെ റോഡിലൂടെ വാഹനം പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷികളുടെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം ഒട്ടും തെറ്റാതെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കും എന്ന ഒരു ഉറച്ച തീരുമാനം മനസ്സിലെടുക്കുക. നിങ്ങളുടെ കൺമുമ്പിൽ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരുന്നുണ്ടെന്നും അതിൽ 60 എന്ന അക്കം തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നും സങ്കല്പിക്കുക. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ 60 നിന്ന് ബാക്കിലേക്ക് ഇരട്ട സംഖ്യകൾ മാത്രം തിരഞ്ഞെടുത്ത് ബാക്കിലേക്ക് എണ്ണുകയും ഒട്ടും തെറ്റാതെ എണ്ണുകയും 0-ത്തിലെത്തുമ്പോൾ പതുക്കെ കണ്ണു തുറന്ന് ചുറ്റുഭാഗം ഒന്ന് നോക്കുകയും ഇവിടെ നിന്ന് പോവുകയും ചെയ്യുക. സ്റ്റാർട്ട്. എല്ലാവരും കഴിഞ്ഞ ഇത് നമ്മളതോടെ അങ്ങനെ പറഞ്ഞത്, അതായത് പിന്നെ ഭയങ്കര തെറ്റാതെ എന്തായാലും ഒരു സംഖ്യയിലും തെറ്റൂല എന്നില്ല, സമയം എടുത്താലും അങ്ങനെ തെറ്റാതെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം നമ്മൾ എടുക്കണം. എന്നാ പിന്നെ നമ്മളെ പിന്നെ അന്നത്തെ മൈൻഡ് നല്ല സെറ്റായിരിക്കും. പിന്നെ അതുകൊണ്ട് ചില നേരത്തെ എന്നെ പോകാൻ പറഞ്ഞത് കണ്ണ് തുറന്ന് പോകേണ്ടവർക്ക് പോവാം, അല്ലാത്തവർക്ക് പിന്നെ ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നുകൂടി കണ്ട. ചിലർക്ക് അത് എണ്ണുന്നത് ആരാണത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എണ്ണതോട് കൂടിയിട്ട് അവരെ കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ ടൈം എടുത്ത് തരണം ചിലര്. അത് അങ്ങനെ ചെയ്യാം. പിന്നെ ചിലര് കുറെ സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. കഴിഞ്ഞവർക്ക് അങ്ങനെയൊക്കെ പോകുന്നത്. ഇതാണ് നമ്മളെ ഇതിന്റെ 5 സ്റ്റേജുകൾ. ഇത് ശരിക്കും 20 മിനിറ്റ് ആണ് ഇതിന്റെ സമയം കേട്ടോ. നമ്മൾ പറഞ്ഞ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ചെയ്യാൻ കറക്റ്റ് സമയം ഇത് 5 സ്റ്റേജും ചെയ്യാൻ വേണ്ടത് 20 മിനിറ്റ് ആണ്. ഇത് സാധാരണ സ്കൂളിൽ നമ്മളവിടെ ചെയ്യുമ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ പരീക്ഷ അല്ലാന്നൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് വരലുണ്ട്. കാരണം അവർക്ക് അതിന്റെ കോൺസെൻട്രേഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ മൈൻഡ് സെറ്റിംഗ് സംഭവം നമ്മൾ സിമ്പിൾ ആണെങ്കിലും അതിന്റെ എഫക്ട് ഭയങ്കരമായി കാരണം ശരിക്കും നമ്മൾ തെറ്റാതെ ഒന്നും ചെയ്താൽ